ആലുവയിൽ വെച്ച് വളരെ സങ്കടത്തോടെ നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയായിരുന്നു ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പാരൻസ് നമ്മളോട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും കൊച്ചുകുട്ടികളല്ലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാണ്ടിരുന്നാൽ ഇതുപോലെ കുട്ടികൾ തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് ബെറ്ററാണ്. കുറച്ച് സമയം വൈകിപ്പിക്കാൻ പറ്റുമെങ്കിലും ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും അതേപോലെ കണ്ടു നിൽക്കുന്ന വലിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരാൾ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിക്കാൻ കുറേ പ്രയാസമായിരിക്കും. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇനി കുട്ടികൾക്ക് നമ്മളുടെ കൈ അടുത്താണെങ്കിൽ കടിച്ചടാ ഇതുപോലെ കടിക്കുമ്പോൾ ഒരു പെയിൻ വരും. മാക്സിമം പവറിലായിരിക്കണം കുട്ടികൾ കടിക്കേണ്ടത്. നമുക്ക് എത്ര ശക്തി ഉപയോഗിക്കാൻ പറ്റും അത്രയും ശക്തിയിൽ ഉപയോഗിച്ചിട്ട് കടിക്കാം, കടിച്ചിട്ട് ഓടി രക്ഷപ്പെടാം. അതായത് അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷിക്കാൻ പറ്റും. സോ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഈ സമയത്ത് കടിച്ചിട്ട് ഓടിയിടാം, കടിച്ചു ഓടും. ഈ സമയത്ത് നമുക്ക് പെയിനാവും. ഇങ്ങനെ പെയിനാവുന്ന സമയത്ത് കുട്ടികൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും. ഇനി അതല്ല, ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഓടേണ്ടത്. അതായത് എത്ര സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഓടുക. കാരണം ആർക്കെങ്കിലും ആ സൗണ്ട് കേട്ടിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് താഴെ ഇരിക്കാം. അപ്പോൾ നല്ല ഫോഴ്സോടെ കൂടി ആയിരിക്കും വലിക്കാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ അടുത്ത് കിട്ടുകയാണെങ്കിൽ കൈക്ക് കടിക്കാം, അത് കഴിഞ്ഞിട്ട് കയ്യിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മുഖത്തേക്ക് വലിച്ചെറിയാം. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി വലിയ ആളുകൾക്ക് നമുക്കിങ്ങനെ ഒരു സീന് കാണുന്നത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മുടി കിട്ടുകയാണെങ്കിൽ നമ്മൾ മുടിയുടെ ഒരാളാണെങ്കിൽ മുടി പിടിച്ച് വലിക്കാം. ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇതുപോലെ കഴുത്തിന് നമ്മൾ പിന്നിലാണുള്ളത്, ഇയാൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുട്ടീനായിരിക്കും. പിന്നിൽ നിന്നും ഇതുപോലെ നെക്ക് പിടിച്ചിട്ട് നമുക്ക് താഴോട്ടിടാൻ പറ്റും. എന്തെങ്കിലും ചെയ്യണം, ക്യുക്കായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു കുട്ടിക്കെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കാര്യം. അപ്പോൾ ഇത് കുട്ടികളിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നുള്ളത് ഒന്ന് ഇപ്പോൾ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സിംസാർ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ? ഫസ്റ്റ് എന്ത് ചെയ്യണ്ടേ? കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് മുമ്പ് താഴെ ഇരിക്കണോ അല്ലേ? പെട്ടെന്ന് ഒന്നിരുന്ന് കാണിച്ചേ, പെട്ടെന്ന് സ്പീഡ് ഇങ്ങനെ ഇരുന്നു. നമ്മളിങ്ങനെ പിടിച്ച് വലിക്കാൻ നോക്കുന്ന സമയത്ത് കൈ അടുത്താണെങ്കിൽ കൈക്ക് കടിക്കണം അല്ലേ? അതല്ല കയ്യിലെന്തെങ്കിലും മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ ഫേസിലോട്ട് വലിച്ചെറിയാം. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊച്ചു കുട്ടികളെ വരെ പരിശീലിപ്പിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ റാക്കറ്റുകളൊക്കെ കുട്ടികൾ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ആരും പെടാതെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഥവാ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പാരൻസിനും അതേപോലെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും ബൈ പ്രാക്ടീസ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. കൂടെ ഉണ്ടായത് സിംസാറും മൂസ സൈനുമാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.